KPSC നാടകോത്സവത്തിന് അക്ഷരനഗരി അണിഞ്ഞൊരുങ്ങി. കോട്ടയം KPSCയുടെയും കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ ഈ മാസം 25 മുതൽ 28 വരെ KPS മെനോൻ ഹാളിൽ KPSC നാടകോത്സവം നടക്കുകയാണ്. സംഘാടക സമിതിയുടെ അവലോകന യോഗത്തിൽ KPL കൾച്ചറൽ സൊസൈറ്റിയുടെ അംഗത്വ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗറിന് നൽകി. സംഘാടക സമിതി പ്രസിഡന്റ് ഇബ്രാഹിം ഇട്ടിച്ചെറിയ നിർവഹിച്ചു. യോഗത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും ആദരണീയനായ യോഗത്തിൽ സംസാരിച്ച പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ലൈബ്രറിയുടെ കൾച്ചറൽ സൊസൈറ്റിയുടെ അംഗങ്ങൾ, വളരെ സന്തോഷമുണ്ട്. KPL കൾച്ചറൽ സൊസൈറ്റി സാംസ്കാരിക മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് അംഗത്വ വിതരണം നിർവഹിച്ചുകൊണ്ട് സംഘാടക സമിതി പ്രസിഡന്റ് പറഞ്ഞു. ഒരേ ഒരാൾ ഇന്ത്യയിൽ ഒരു സിംഫണി ക്രിയേറ്റ് ചെയ്ത ആളാണ് അച്ഛനെ വേണ്ട പോലെ ഇന്ത്യയിലുള്ള സംഗീത ലോകം അറിയുന്നതിന് വേണ്ടി ഉള്ള നിരന്തര പരിപാടികളോട് നടക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് സ്റ്റേജിൽ മാസത്തിലുള്ള അച്ഛന് ഉറപ്പ് തന്നിരിക്കുകയാണ്. നാടകമായി ഗാനമേളകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള അത് പഞ്ചരത്നലാലാപനം ത്യാഗരാജന്റെ അതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ പല സംഗീതജ്ഞന്മാർ ഒരുമിച്ച് ചെയ്യുന്നതാണ്. കോട്ടയം നഗരമൊന്നും കേട്ടിട്ടില്ല. അപ്പം അത് കൂടാതെ നൃത്ത നൃത്യങ്ങൾ, കഥകളി, ഇതെല്ലാം നടത്താനുള്ള വേദിയായിട്ട് സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് BB ബിനു പരിപാടികളുടെ അവലോകനം നടത്തി. 4 മുതൽ 5 വരെയാണ് നാടകം. സമയം നമുക്ക് വളരെ കൃത്യമായി പാലിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് 4 മുതൽ 5 വരെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ആൾക്കാർ നേരത്തെ വന്നാലേ ഫ്രണ്ടിൽ ഇരിക്കാവുള്ളൂ എന്നുള്ളത് കൊണ്ട് നാടകം കാണാൻ നേരത്തെ തന്നെ ആൾ എത്തുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 4 മണിക്ക് തന്നെ ആള് എത്ര വന്നാലും അത് തുടങ്ങി 5 മണിക്ക് അവസാനം. നാടക ഗാനങ്ങളിൽ ഏറ്റവും പ്രധാനം ആദ്യത്തെ നാടക ഗാനം നമുക്കൊരു കോറസ്, നമ്മുടെ ജോർജ് അച്ഛന്റെ നേതൃത്വത്തിലുള്ള ഒരു കോറസ് പാട്ട് വെലികുടീകളെ ഒക്കെ പാടി തുടങ്ങണം എന്നാണ് കഴിഞ്ഞ യോഗത്തിൽ കൊണ്ടിട്ടുള്ള നിർദ്ദേശം. അതിന്റെ നടപടികൾ എന്തായെന്ന് അച്ഛൻ കുട്ടികളോട് പറയും. 4 മുതൽ 5 മണി വരെ കഴിഞ്ഞാൽ 5 മണിക്ക് കൃത്യം നമ്മുടെ സമ്മേളനമല്ല. സമ്മേളനം നമ്മൾ നേരത്തെ തീരുമാനിച്ച എല്ലാ വിശിഷ്ട വ്യക്തികളും വരും. വിശിഷ്ട വ്യക്തികൾ നമ്മൾ തീരുമാനിച്ചത് കൂടാതെ പലരും നമ്മുടെ ഇങ്ങോട്ട് പ്രത്യേകിച്ച് KPSC അവരെ പലരും വരുന്നുണ്ട്. KPSCയുടെ പ്രസിഡന്റാണ് ബിനോയ് വിശ്വം. നിങ്ങൾക്കറിയാം, ബിനോയ് വിശ്വം പ്രോഗ്രാമിൽ വെക്കേണ്ട ഞാനവിടെ ഉണ്ടെന്നാണ് കഴിഞ്ഞ സ്ഥലത്ത്. നമ്മുടെ ജില്ലയിലും നമ്മുടെ ജില്ലയ്ക്ക് പുറത്തും വളരെ പ്രമുഖരായ പലരും ഈ പരിപാടി നാടകത്തിന്റെ കാഴ്ചക്കാരായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 5 മുതൽ 6 വരെ നാടക സമ്മേളനമാണ്. 6 മണി എന്നുള്ളത് കൃത്യമായി നമുക്ക് അവസാനിപ്പിച്ച് നാടകം 6 മണിക്ക് തന്നെ. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക സുഭാഷ്, പ്രശസ്ത സംഗീത സംവിധായകൻ ഫാദർ MB ജോർജ്, B ജയകുമാർ, ഷാജി വെങ്കടത്ത്, KC വിജയകുമാർ, നന്ദ്യാട് ബഷീർ, സാജു ലാൽ, സോമു മാത്യു, ബിനോയ് വേളൂർ, ടാൻസൻ, PK ആനന്ദക്കുടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വളരെ വിട്ടുപിടിക്കുകയായ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് 1 വർഷം നമ്മളോടൊപ്പം ഉണ്ടാകും. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങൾ നേരുന്നു. നമ്മുടെ പ്രസിഡന്റ്
നമ്മുടെ ഓണററി മെമ്പർഷിപ്പ് നമ്മുടെ തായ ഒരു ഓണററി മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഇവിടെ ബഹുമാനിക്കുകയുണ്ടായി. അതുപോലെ പരമാവധി പേര് ഞാൻ 1000 രൂപ കൊടുത്തു മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് എല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്ന പരമാവധി പേരും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ നാടക ഉത്സവത്തിന്റെ സമയത്ത് നമുക്ക് മെമ്പർഷിപ്പ് കലാ സാംസ്കാരിക രംഗങ്ങളുമായി താല്പര്യമുള്ളവരാണ് വരുന്നത്. നാടകഗാനം പാടുന്ന പിന്നെ ചുരുങ്ങിയ ചില പഴയ സിനിമാ പാട്ടുകൾ, കരിമുകിൽ കാട്ടിലെ പാട്ടുകൾ, അതൊക്കെ നമുക്ക് ഇടയ്ക്കൊന്ന് കൊണ്ടുവരാം. പാട്ടിന്റെ കാര്യത്തെ കുറിച്ച് നിങ്ങളെ യാതൊരു കാരണവശാലും ബേജാറാകണ്ട. അത് ഓക്കെ പക്ക. ഈ പൈസയുടെ കാര്യത്തെ